ഗുരുവായൂരപ്പാ ശരണം. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യേ നമഃ. ഗും ഗുരുഭ്യോ നമഃ. കൊല്ലവർഷം 735 കൂടി, അതായത് 465 പരം വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ജനിച്ച് തൻ്റെ 27-ാം വയസ്സിൽ ശ്രീമൻ നാരായണീയം രചിച്ച് 86 വയസ്സോളം ജീവിച്ച മഹാനാണ് ഗ്രന്ഥകർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഒരു ദിവസം ഓരോ ദശകം എന്ന രീതിയിൽ 100 ദിവസം ഗുരുവായൂരിൽ ഭജനമിരുന്ന് 100 ദശകങ്ങൾ രചിച്ചു. ഇതിൽ 1080ഓളം ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തിൻ്റെ രസമോ മൂല്യമോ ഒട്ടും നഷ്ടപ്പെടുത്താതെ, എന്നാൽ സ്വർഗാരോഹണം മുതലായവ ഒഴിച്ച് ഭക്തിമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും സഞ്ചരിക്കുന്നതും മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്നതുമായ പുണ്യാത്മാക്കൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ നൽകി മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് നാരായണീയം. സംസ്കൃത ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. എങ്കിലും ഇത് അനേകം ഭാഷകളിലോട്ട് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമാണം എന്നത് ഇതിൻ്റെ രചന കൊണ്ട് തന്നെ മേൽപ്പത്തൂരിനെ ബാധിച്ചിരിക്കുന്ന വാതരോഗത്തിൽ നിന്ന് വിമുക്തനായി ആയുരാരോഗ്യ സൗഖ്യം നേടി എന്ന ഐതിഹ്യം തന്നെയാണ് പണ്ഡിതമതം. തൻ്റെ എല്ലാമായ ശ്രീ ഗുരുവായൂരപ്പൻ എന്നും എപ്പോഴും ഗുരുവായൂർപുരിയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നും തനിക്ക് കിട്ടിയതുപോലെ എല്ലാ ഭക്തർക്കും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന ആഗ്രഹം കൊണ്ടുമായിരിക്കാം സ്വർഗാരോഹണം മുതലായ ഭാഗങ്ങൾ മനഃപൂർവ്വം ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കാതിരുന്നത് എന്ന് പണ്ഡിതന്മാർ പറയപ്പെടുന്നു. ഹരിയോ.